ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ മാത്സിലെ 6ാമത്തെ പാഠഭാഗമായിട്ടുള്ള കുറയുന്ന കൂട്ടം എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫുൾ ചാപ്റ്റർ ഒരു വീഡിയോ ആയിട്ടാണ്, അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. എന്നാലും ഫുൾ ചാപ്റ്റർ നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്നതാണ്. ഫുൾ ആക്ടിവിറ്റീസ് നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. ഇത് മലയാളം മീഡിയമാണ് നമ്മൾ നോക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയവും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, 6ാമത്തെ പാഠം കുറയുന്ന കൂട്ടം. ഓക്കെ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് അല്ലേ. ആദ്യം തന്നെ അബാക്കസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അബാക്കസ് ഉണ്ടാക്കി കളിക്കുകയാണ് കിച്ചുവും കൂട്ടുകാരും. അപ്പോൾ ഒരാൾ പറയാണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയാണല്ലോ എന്ന് പറയാണ്. ഇതാണ് എൻ്റെ അബാക്കസ് എന്ന് പറയാണ് അല്ലേ. അപ്പോൾ എൻ്റെ അബാക്കസ് എന്ന് പറയുമ്പോൾ പറയാണ് ഇതാണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അബാക്കസിലെ സംഖ്യ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 999 എന്നുള്ളതാണ് അല്ലേ. 999 എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഖ്യയിൽ നിന്നും എത്ര കുറച്ചാൽ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കിട്ടും? ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ് അല്ലേ. ഏറ്റവും ചെറുത് 100 ആണ്. അപ്പോൾ ഇതിൽ നിന്നും എന്ത് ചെയ്യണം? നമ്മൾ 100 കുറക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 999 മൈനസ് 100 ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? എത്ര വരും? 9ൽ നിന്ന് 0 കുറച്ചാൽ 9, ഇവിടെയും 9, 9ൽ നിന്ന് 1 കുറച്ചാൽ 8, എത്രയാണ്? 899. അപ്പോൾ ഈ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയായ 100 കുറച്ചാൽ കിട്ടുന്നത് 899 ആണ്. ഇനി കുറച്ച് കിട്ടിയ സംഖ്യ അബാക്കസിൽ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് കിട്ടിയ സംഖ്യ ഏതാണ്? 100 കുറച്ച് കിട്ടിയത് അല്ലേ. നമുക്കതിൽ നിന്ന് 100 കുറച്ച് കിട്ടിയത്. അപ്പോൾ 100 എങ്ങനെ അബാക്കസിൽ എഴുതും? ഇവിടെ 1 മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 100 മാറി. ഇനി അടുത്തത് പൂരിപ്പിക്കാനാണ്. 99ൽ നിന്നും 10 കുറച്ചാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 89 കിട്ടും അല്ലേ. 89 കിട്ടും. ഇനി 999ൽ നിന്നും 100 കുറച്ചാൽ നമ്മളിവിടെ കണ്ടു 899 എന്ന് കിട്ടി. ഇനി അടുത്തത് 9999ൽ നിന്നും 1000 നമ്മൾ കുറയ്ക്കേണ്ടത്. 1000 കുറച്ച് നോക്കൂ. ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 8, 8999 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് അവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. കുറച്ച് നോക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ കുറച്ചാൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 999 ആണ്. അതിൽ നിന്നും ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 99 ആണ്. ഇത് കുറച്ചാൽ എത്ര കിട്ടും? 9 കുറക്കുമ്പോൾ 0 കിട്ടും. ഇവിടെയും 0 കിട്ടും. ഇവിടെ 9 കിട്ടും. എത്ര കിട്ടും? 900 എന്ന് ഉത്തരം കിട്ടും. 900. ഇനി 340ൽ നിന്നും 120 കുറച്ചാൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 340ൽ നിന്നാണ് കുറക്കുന്നത്. അപ്പോൾ അതിന് കിച്ചുവിൻ്റെ ഉത്തരം എന്താണ് പറയുന്നത്? ആദ്യം 340നെ നമുക്ക് 34 10 മാറ്റാം. 34 10ൽ നിന്നും 12 10 കുറക്കുക. അപ്പോൾ 34 മൈനസ് 12 എന്ന് പറയുന്നത് എത്രയാണ്? 34 മൈനസ് 12, 4ൽ നിന്നും 2, ഇവിടെ 2 വരും. ഈ 3ൽ നിന്നും 1 പോയാൽ 2 വരും. എത്ര കിട്ടും? 22 എന്ന് ഉത്തരം കിട്ടും അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? 22 10 മാറി അല്ലേ. 22 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 220 ആണ്. അപ്പോൾ അവിടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 220. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. ഇനി 340ൽ നിന്നും 16 കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളവിടെ 34ൽ നിന്നും നമ്മൾ എന്ത് കുറക്കണം? 16 കുറക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 34ൽ നിന്നും 16 കുറക്കുക. എത്രയാവും ഉത്തരം എന്ന് പറയുന്നത്? നമുക്ക് കിട്ടുന്ന ഉത്തരം 18 10 ആണ്. ഓക്കെ, 18 10 എന്ന് പറഞ്ഞാൽ 180 ആണ്. ഇനി 346ൽ നിന്നും 162 കുറച്ചാൽ കിട്ടുന്നത് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 346 മൈനസ് 162 എന്ന് പറയുന്നത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം.
ഉത്തരം 184 അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. 34 മൈനസ് എന്ത് ചെയ്താൽ മതി? 34 മൈനസ് 16 ആദ്യം കണക്കാക്കുക. അപ്പോൾ എത്ര കിട്ടും? 34 മൈനസ് 16 ഈക്വൽ ടു 18 എന്ന് കിട്ടും. പിന്നെ ഉള്ളത് എത്രയാണ്? 6 ആണല്ലേ. 6 മൈനസ് 2 എന്ന് പറയുന്നതോ? 6 മൈനസ് 2 4 അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി? 18 പ്ലസ് 4 ചെയ്ത് നോക്കിയാൽ മതി. എത്രയാണ് 18 പ്ലസ് 4 എന്ന് പറയുന്നത്? ഈ 18ഉം 4ഉം കൂടെ ഒരുമിച്ചിട്ട് എഴുതിയാൽ മതി. അപ്പോൾ 184 എന്ന് ഉത്തരം കിട്ടും. ഇനി 16 10നോട് എത്ര 10 കൂട്ടിയാൽ 34 കിട്ടുമെന്ന് കണക്കാക്കിയാലും മതി എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു രീതി പറയുന്നുണ്ട്. 162നോട് എത്ര കൂട്ടിയാൽ 346 കിട്ടുമെന്ന് കണക്കാക്കിയാൽ മതി. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ താഴെ പറയുന്ന പോലെ 162 പ്ലസ് 8 എന്ന് പറയുന്നത് എത്രയാണ്? 170 ആണ്. ഇനി 170നോട് 30 കൂട്ടുമ്പോൾ 200 ആയി. 200നോട് 146 കൂട്ടുമ്പോൾ 346 ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 146ഉം ഈ 30ഉം ഈ 8ഉം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്ര നമുക്ക് ഉത്തരം കിട്ടും? 140 പ്ലസ് 6 പ്ലസ് 30 പ്ലസ് 8. 140ഉം 30ഉം 6ഉം ഈ 30 എഴുതി 6ഉം 8ഉം കൂടെ കൂട്ടുക 14 എന്ന് കിട്ടും. 170 പ്ലസ് 14 184 എന്ന് ഉത്തരം കിട്ടും. ഈ വഴിയിലൂടെയും നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. ഇനി മറ്റൊരു രീതി ഇവിടെ പറയുന്നുണ്ട്. 346 നമുക്ക് എന്ത് ചെയ്താൽ മതി? 300 പ്ലസ് 40 പ്ലസ് 6 എന്ന് എഴുതുക. 162നെ 100 പ്ലസ് 60 പ്ലസ് 2 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള കുറക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് രണ്ടും കൂടെ കുറക്കുക. ഓക്കെ, ഈ 6ഉം 2ഉം കൂടെ കുറക്കുക. അപ്പോൾ 4 എന്ന് കിട്ടും. അടുത്തത് എന്താണ്? 0 0 ആണ്. അത് 0 വെച്ച് കുറക്കാം. പക്ഷേ ഇവിടെ എന്താണ്? 4 ആണുള്ളത്. 4 കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ 1 ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ 140 ആയിട്ട് മാറി. ഇവിടെ ഈ 300 ഉള്ളത് 200 ആയിട്ട് മാറി. ഓക്കെ, എന്നിട്ട് ഈ 140ൽ നിന്നും 60 കുറച്ച് കഴിഞ്ഞാൽ 80 എന്ന് കിട്ടി. ഇവിടെ 200ഉം 100 ആണ്. അപ്പോൾ 200ൽ നിന്ന് 100 കുറച്ചാൽ 100 എന്ന് കിട്ടി. 100ഉം 80ഉം 4ഉം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ 184 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കണക്കാക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ 346 മൈനസ് 162 എന്നുള്ളത് ഇങ്ങനെ 100 10 1 വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും അല്ലേ? ഇവിടെ 6ഉം 2ഉം ഇവിടെ കുറച്ചിട്ട് എത്ര എഴുതുക? ഇതിൽ കുറക്കുമ്പോൾ 4 എന്ന് കിട്ടും. പിന്നെ ഈ 4ൽ നിന്ന് കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ട് കടമെടുക്കുമല്ലോ. അതാണ് ഇവിടെ 14 ആയിട്ട് മാറിയിട്ടുള്ളത്. 14ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 6 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, 8 എന്ന് ഉത്തരം കിട്ടും അല്ലേ? 8 എന്ന് ഉത്തരം കിട്ടും. പിന്നെ ഇവിടെ ഉള്ളത് 2 ആണ്. ഈ 3 മാറി 2 ആയി. 2ൽ നിന്നും 1 കുറച്ചാൽ 1 എന്ന് കിട്ടും. അപ്പോൾ 184 എന്നുള്ളത് നമുക്ക് അങ്ങനെയും എഴുതാം. അഥവാ ഇങ്ങനെയും നോക്കിയിട്ട് നമുക്ക് എഴുതിയിട്ട് ഉത്തരത്തിലേക്ക് എത്താം എന്നാണ് പറയുന്നത്. ഇനി താഴേക്ക് നോക്കൂ. അടുത്ത് നോക്കാം. കിച്ചു അബാക്കസിൽ ഉണ്ടാക്കിയ സംഖ്യ 876 ആണ്. ചിപ്പ് ഉണ്ടാക്കിയത് 697 ആണ്. ചിപ്പിയുടെ സംഖ്യയേക്കാൾ എത്ര കൂടുതലാണ് കിച്ചുവിൻ്റെ സംഖ്യ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമുക്കറിയാം 876 ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ 876നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഏതുകൊണ്ട് കുറക്കണം? 697ൽ നിന്ന് കുറക്കണം. 7 കൊണ്ട് കുറക്കണം. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നോക്കാം. 876 മൈനസ് 697. ഇവിടെ 6ൽ നിന്ന് കുറക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കടമെടുക്കണം. അപ്പോൾ ഇവിടെ 6 ആയിട്ട് മാറി. ഇവിടെ 16 ആയിട്ട് മാറി. 16ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 9. ഇനി ഇവിടെ 6 ആണ്. ഇവിടെ 9 ആണ്. 6ൽ നിന്ന് 9 കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കടമെടുക്കുക. അപ്പോൾ ഇവിടെ 16 ആയി. ഇവിടെ 7 ആയിട്ട് മാറി. 16ൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ 7 എന്ന് കിട്ടും. ഇവിടെ 7ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 1 എന്ന് കിട്ടും. അപ്പോൾ 179 എന്ന് ഉത്തരമായിട്ട് കിട്ടും. 179. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഇതുപോലെയും എഴുതാം. ഇനി നിങ്ങളുടെ കയ്യിൽ 13 മുത്തുകളുണ്ട്. അവ ഉപയോഗിച്ച് അബാക്കസിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയും എഴുതുക. അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് എഴുതണം. അപ്പോൾ ആകെ ഉള്ളത് 13 എണ്ണമാണല്ലേ? നമ്മളൊരു അബാക്കസ് വരക്കുക. 3 എണ്ണം വരക്കുക. ഇതെന്താണ്? ഇത് ഒറ്റയാണ്. ഒറ്റ 1. 1ൻ്റെ സ്ഥാനം 10. ഇത് 100. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാക്കണം അല്ലേ? ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 100ൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കണം? 10 നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല.
9 കൊണ്ടുവരാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മളിവിടെ 9 എടുക്കുക. 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇവിടെ 9 എന്നെടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് എന്ത് വേണം? അടുത്തതിലും ഏറ്റവും വലുതെടുക്കുക. ബാക്കി എത്രയാണുള്ളത്? 9 കഴിഞ്ഞാൽ 10 11 12 13 4 ബാക്കിയുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ആ 4 10ൻ്റെ സ്ഥാനത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 4 ഇവിടെ 0. അപ്പോൾ ഏതാണ് സംഖ്യ? 940 ഏറ്റവും വലുത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ചെറുതുണ്ടാക്കണം. ഏറ്റവും ചെറുതുണ്ടാക്കണമെങ്കിൽ ഇവിടെ 0 കൊടുത്താൽ 3 സംഖ്യയാവോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഇവിടെ 1 കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലേ? ഇവിടെ 1 കൊടുത്തു എന്ന് വിചാരിക്കാം. ഇനി 1ൻ്റെ സ്ഥാനത്തായിരിക്കണം ഇനി അടുത്ത വലുതുണ്ടാവേണ്ടത്. കാരണം 10ൻ്റെ സ്ഥാനത്ത് കൊടുത്താൽ അത് വലിയ സംഖ്യയായിട്ട് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് 9 1ൻ്റെ സ്ഥാനത്ത്. ഇനി എത്രയാണ് ബാക്കിയുള്ളത്? 9ഉം 1ഉം 10. ബാക്കി 3 ഉണ്ട് അല്ലേ? 3 നമുക്ക് ഇവിടെയും കൊടുക്കാം. അപ്പോൾ ഏതാണ് സംഖ്യ? 139 എന്നുള്ളതാണ് ഏറ്റവും ചെറിയ സംഖ്യയായിട്ട് വരുന്നത്. ഇനി വ്യത്യാസം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ 940 മൈനസ് 139 ചെയ്തു നോക്കണം. എത്രയാണ്? 940 നിന്നും 139 കുറച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എത്രയാണ് കിട്ടുന്നത്? ഇവിടെ 0ൽ നിന്നും കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ 10 ഇവിടെ 3 മാറി. 10ൽ നിന്നും 9 കുറച്ചാൽ ബാക്കി 1. ഇവിടെ 3 3 മൈനസ് 3 എന്ന് പറയുന്നത് 0. ഇനി 9ൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ 8. അപ്പോൾ എത്രയാണ് വ്യത്യാസം? 801 വ്യത്യാസമായിട്ട് വരുന്നത്. ഓക്കെ, 801. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. താഴേക്ക് ശരിയായ ഉത്തരം ഏതാണ് എന്നുള്ളതാണ് അടുത്തത് ചോദിച്ചിട്ടുള്ളത്. 761 മൈനസ് 380 ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 400നും 500നും ഇടയിൽ, 400നും 420നും ഇടയിൽ, 380നും 400നും ഇടയിൽ, 350നും 380നും ഇടയിൽ. ഇതിൽ ഏതാണ് നമ്മൾ നോക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് കുറച്ച് നോക്കണം അല്ലേ? എന്നാലേ നമുക്ക് കറക്റ്റ് ഉത്തരം പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 380 മൈനസ് 761 അപ്പോൾ 761 ആദ്യം എഴുതണം. 761 മൈനസ് 380. ഇവിടെ എത്രയാണുള്ളത്? 1 0. അപ്പോൾ 1ൽ നിന്നും 0 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 1 ഇനി ഇവിടെ 6 6ൽ നിന്ന് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ 1 ഇങ്ങോട്ട് കടം എടുക്കുക. 16 വരും. ഇവിടെ 6 മാറും. 16ൽ നിന്നും 8 കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 8. ഇവിടെ 6ൽ നിന്നും 3 കുറച്ച് കഴിഞ്ഞാൽ 3. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? 381. ഈ 381 ഏതിൻ്റെയൊക്കെ ഇടയിലാണ്? 400നും 500നും ഇടയിലാണോ? അല്ല. 400നും 420നും ഇടയിലാണോ? അല്ല. 380നും 400നും ഇടയിലാണ്. അപ്പോൾ വേണമെങ്കിൽ ഇതിന് നമുക്ക് ശരിയെന്ന് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? 380നും ഈ ഉത്തരം തന്നെ ഇങ്ങോട്ട് എഴുതിയാൽ മതി. 380നും 400നും ഇടയിലാണ് എന്നുള്ള ഉത്തരം ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ഇനി അടുത്ത നോക്കൂ, കുറച്ച് നോക്കാം. 8ൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ 7 അല്ലേ? 88ൽ നിന്നും 11 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 88 മൈനസ് 11. ഇവിടെ 7 വരും, ഇവിടെ 7 വരും. അപ്പോൾ 77 വരും. ഇനി ഇവിടെ 888ൽ നിന്നും 111 കുറക്കുമ്പോൾ 777 എന്ന് കിട്ടും. 8888ൽ നിന്നും 1111 കുറക്കുമ്പോൾ 7777 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. പേജ് നമ്പർ 81 ഇനി നോക്കാനുള്ളത്. കണ്ടുപിടിക്കാൻ സമ്മാനം നേടാം. ഇന്നത്തെ കളിയിൽ കിച്ചുവിനും കൂട്ടുകാർക്കുമൊപ്പം കിച്ചുവിൻ്റെ ചേച്ചി അമ്മുവും കൂടി. എല്ലാവർക്കും ഞാൻ സമ്മാനം തരാം. സമ്മാനം എങ്ങനെ കിട്ടും? സമ്മാനം കിട്ടാനുള്ള വഴി ആൽമര ചുവട്ടിലുണ്ടെന്നാണ് പറയുന്നത്. ആൽമര ചുവട്ടിൽ ഒരു കടലാസ് ഉണ്ടല്ലോ. എന്താണ് കടലാസ്? 3542 എത്ര കൂട്ടിയാൽ 3798 കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിലെ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചാൽ മതി. ഇതിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് 3798. അതിൽ നിന്നും 3542 നമ്മൾ കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കൂ, 8ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ ബാക്കി 6 ഉണ്ട്. ഇനി 9ൽ നിന്നും 4 പോയി കഴിഞ്ഞാൽ എത്രയുണ്ട്? 5. ഇനി 7ൽ നിന്നും 5 പോയി കഴിഞ്ഞാൽ ബാക്കി 2. 3ൽ നിന്നും 3 പോയി കഴിഞ്ഞാൽ ബാക്കി 0. അപ്പോൾ ഉത്തരം എത്രയാണ്? 256 ഉത്തരം എന്ന് പറയുന്നത്. 256. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇനി
ഇതെങ്ങനെയാണ് കുറക്കുക എന്നുള്ള വഴിയാണ് ഇവിടെ മറ്റൊരു വഴി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3542 നമ്മൾ 8 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 3550 എന്ന് കിട്ടും. ഇനി ഈ 3550 50 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 3600 എന്ന് കിട്ടും. 3600 കൂടെ 100 കൂട്ടിക്കഴിഞ്ഞാൽ 3700 എന്ന് കിട്ടും. 3700 കൂടെ 98 കൂട്ടിക്കഴിഞ്ഞാൽ 3798 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കൂട്ടിയ സംഖ്യകൾ ഏതൊക്കെയാണ്? 8, 50, 100, 98 എന്നീ സംഖ്യകളാണ്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ 100ഉം 98 198 ആയി അല്ലേ? 198ഉം ഈ ഒരു 8ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 198ൻ്റെ കൂടെ 198 പ്ലസ് 8 എന്ന് പറയുന്നത് 206 ആയി. 206ൻ്റെ കൂടെ 50ഉം കൂടെ കൂട്ടുമ്പോൾ 256 ആയി. ഇനി അതിനെ ഈസി ആയിട്ട് കൂട്ടുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 100, 98, 58 ആക്കിയിട്ട് എഴുതാം. 100ഉം 98ഉം അവിടെ എടുക്കുക. ഈ 56ഉം 2ഉം കൂടെ ആകുമ്പോൾ എത്രയായി? 98ൻ്റെ കൂടെ 58നെ നമ്മൾ എന്താക്കി? 56ഉം 2ഉം ആക്കി മാറ്റി. അപ്പോൾ ഈ 2 ഈ 98ൻ്റെ കൂടെ കൂടുമ്പോൾ അത് 100ആയിട്ട് മാറി. അപ്പോൾ 100 100ഉം 200 ആയി. 56ഉം കൂടെ 256 ആയി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലും കൂട്ടാം, നമ്മൾ പറഞ്ഞ രീതിയിലും നിങ്ങൾക്ക് കൂട്ടാം. സമ്മാനം കിട്ടാനുള്ള അടുത്ത സൂചന വീടിൻ്റെ മുറ്റത്തുണ്ട്. മറ്റേതൊക്കെ രീതിയിൽ കണക്കാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് എന്താണ്? അടുത്തത് ഇവിടെ 5849ഉം 2617 തമ്മിലുള്ള വ്യത്യാസമാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇവിടെ എന്താ ചെയ്യണം? ഈ 9ൽ നിന്നും 7 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 2 എന്ന് കിട്ടും അല്ലേ? ഇനി അതുപോലെ 4ൽ നിന്നും 1 പോയി കഴിഞ്ഞാൽ ബാക്കി 3 ഉണ്ടായിരിക്കും. 8ൽ നിന്നും 6 പോയി കഴിഞ്ഞാൽ ബാക്കി 2. 5ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 3. അപ്പോൾ എത്രയായി? 3232 എന്നുള്ള ആൻസർ കിട്ടും. 3232. ഇതിനെ നമുക്ക് വേറെ ഏതെങ്കിലും വഴിയിൽ എഴുതാൻ വേണ്ടി പറ്റുമോ? ഓക്കെ, എഴുതാൻ വേണ്ടി പറ്റുമല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. നമുക്കിവിടെ ഈ 5000 എന്ന് എഴുതുക. ഓക്കെ, പ്ലസ് എത്രയാണ്? 800 പ്ലസ് 40 പ്ലസ് 9 മൈനസ് ഇവിടെ എത്രയാണുള്ളത്? 2000 പ്ലസ് 600 പ്ലസ് 10 പ്ലസ് 7. ഇനി ഇത് കുറച്ച് നോക്കുക. 9ൽ നിന്നും 7 കുറച്ചാൽ 2. 40ൽ നിന്നും 10 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 30 പ്ലസ് 800ൽ നിന്നും 600 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 200. ദെൻ 5000ൽ നിന്നും 2000 കുറച്ച് കഴിഞ്ഞാൽ 3000. ഇത് കൂട്ടി നോക്കൂ. 3000 3200 3230 3232. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടിയില്ലേ? ഇനി താഴെ നോക്കൂ. കിട്ടിയ സംഖ്യ ഉത്തരമായി വരുന്ന ചോദ്യം എഴുതുന്നവർക്ക് സമ്മാനം കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയത് ഏതാണ്? ഇതിൽ എത്ര ആയിരമാണുള്ളത്? സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 3232 അല്ലേ? ഇതിൽ എത്ര ആയിരമുണ്ട്? 3000 ഉണ്ട്. അതുപോലെ 2 100 ഉണ്ട്, 3 10 ഉണ്ട്, 2 1 ഉണ്ട്. ഇനി എന്നിവ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ്. ഏതൊക്കെ കൂടെ കൂട്ടുമ്പോഴാണ്? 3000ഉം 3000 പ്ലസ് 232 കൂടെ കൂട്ടുമ്പോഴാണ് 3232 എന്ന് കിട്ടുന്നത്. ഇനി അടുത്തത് കൂടുതൽ ചോദ്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും. 3000ഉം 23 പത്തുകളും 2 ഒന്നുകളും ചേർന്ന സംഖ്യ. അതുപോലെ തന്നെ 5000ൽ നിന്ന് 1768 കുറച്ചാൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു 3232 ആൻസറായി വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. 3200ഉം 32ഉം ചേർന്നാൽ കിട്ടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് സമ്മാനമാണ്. 2837ൻ്റെയും 524ൻ്റെയും വ്യത്യാസം എത്രയാണെന്ന് ആദ്യം നമുക്ക് നോക്കണം അല്ലേ? തന്നിട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത് 2837 മൈനസ് 524.
ഇവിടെ 7 നിന്നും 4 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? ബാക്കി 3. ഇനി 3 നിന്നും 2 പോയി കഴിഞ്ഞാൽ ബാക്കി 1. 8 നിന്നും 5 പോയി കഴിഞ്ഞാൽ ബാക്കി 3. പിന്നെ ഇവിടെ 2 ഉള്ളത്. അപ്പോൾ 2313. അപ്പോൾ വ്യത്യാസം അബാക്കസിൽ കാണിച്ചാലോ എന്നാണ് പറയുന്നത്. ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് എത്രയാണുള്ളത്? 3 ആണല്ലേ. അപ്പോൾ 1 2 3. 10ൻ്റെ സ്ഥാനത്തുള്ളത് 1 ആണ്. 100ൻ്റെ സ്ഥാനത്തുള്ളത് 3 ആണ്. 1 2 3. ഇനി 1000ൻ്റെ സ്ഥാനത്തുള്ളത് 1 2 രണ്ടെണ്ണമാണ്. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾക്ക് കാണിക്കാൻ. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നോക്കാം. പേജ് നമ്പർ 84 കണക്കുപെട്ടി. കണക്കുപെട്ടിയിലെ സമചതുര കൂട്ടങ്ങളുമായി കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ കിച്ചു ആൽമര ചുവട്ടിലെത്തി. ചിത്രം നോക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ചിത്രം നോക്കി അതിനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഇവിടെ ഈ ബുക്കിൽ PDF കറക്റ്റ് അല്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു കളി എന്ന് പറയുന്നത് എത്രയാണ്? ഒരു കള്ളം 10 ഓക്കെ. അപ്പോൾ അഥവാ ഇതെന്ന് പറയുന്നത് 1 ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1, ഇത് 1, ഇത് 1. ഇനി ഇതിൽ എത്ര ഉണ്ട്? ഇതെന്ന് പറയുന്നത് 10 10 10 10 10 ഈ രീതിയിലാണുള്ളത്. അതുപോലെ ഇത് 100, ഇത് 100, ഇത് 100, ഇതെന്ന് പറയുന്നത് 1000, ഇതും 1000. ഇനി ഇവിടെ ഇതിൽ എത്ര 1000 ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര 1000 2 എണ്ണമാണുള്ളത് അല്ലേ. അപ്പോൾ അവിടെ എന്ത് എഴുതണം? 2 എന്ന് എഴുതി കൊടുക്കുക. 2. ഇനി എത്ര 100 ഉണ്ട്? 1 2 3 എണ്ണമാണല്ലേ. അപ്പോൾ 3 എന്ന് എഴുതി കൊടുക്കുക. എത്ര 10 ഉണ്ട്? 1 2 3 4 എണ്ണമാണുള്ളത്. ഇനി അടുത്തത് ചോദിച്ചിട്ടുണ്ട് എത്ര 1 ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും 3 എണ്ണമാണുള്ളത്. അപ്പോൾ 3 എന്ന് എഴുതി കൊടുക്കുക. സംഖ്യ എത്രയാണ്? ഇതൊക്കെ ഒരുമിച്ച് എഴുതിയാൽ മതി അല്ലേ. 2343 സംഖ്യ എന്ന് പറയുന്നത്. ഇനി ഇതിൽ 1251 സമചതുരങ്ങൾക്ക് മിന്നി നിറം നൽകിയെന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് നിറം കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു പസിൽ കോർണർ ഉണ്ട്. ഞാൻ 5000നും 8000നും ഇടയിലാണ്. ഇരട്ട സംഖ്യയാണ്. തുടർച്ചയായ 4 അക്കങ്ങളാണ്. ഞാൻ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള 4 അക്കങ്ങൾ വരുന്നത് ഏതാണ്? 5000നും 8000നും ഇടയിലാണ്. അപ്പോൾ 5000 എടുക്കുകയാണെന്ന് വിചാരിക്കുക. തുടർച്ചയായിട്ട് നമുക്ക് 5 6 7 8 എന്നിവ എഴുതാം. ഇവിടെ നോക്കൂ, ഇരട്ട സംഖ്യയാണ്. തുടർച്ചയായ 4 അക്കങ്ങളാണ്. 5 6 7 8 തുടർച്ചയായിട്ടുള്ള അക്കങ്ങളാണ്. 5000നും 8000നും ഇടയിലുള്ളതുമാണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 5678 എന്നുള്ളതാണ്. ഇനി ഇതെങ്ങനെ നിറം കൊടുക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് 1251 നമുക്ക് നിറം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് മൊത്തം നിറം കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ 200 ആവണമെങ്കിൽ ഇതിനും നിറം കൊടുക്കുക. ഇനി എത്രയാണ് ബാക്കിയുള്ളത്? 51 അല്ലേ. 51 നമ്മൾ ഇതിൽ 5 എടുത്താൽ മതി. 50 1 2 3 4 5. ഓക്കെ, ഈ 5 നിറം കൊടുക്കുക. പിന്നെ 1 ബാക്കിയുള്ളത്, അത് ഇതിനും കൂടെ നിറം കൊടുക്കുക. അപ്പോൾ എത്രയായി? 1251 എന്നുള്ളത് ആയി. ഇനി നിറം കൊടുക്കാത്ത സമചതുരങ്ങൾ 1000ൻ്റെ എണ്ണം എത്ര ഉണ്ട്? ഒരെണ്ണമാണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ 1 എന്ന് കൊടുക്കുക. 100ൻ്റെ എത്ര ഉണ്ട്? ഒന്നുമില്ല. അപ്പോൾ 100ൻ്റെ എത്ര ഉണ്ട് എന്ന് ചോദിച്ചെടുത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 0 എന്ന് എഴുതി കൊടുക്കുക. ഇനി 10ൻ്റെ എത്ര ഉണ്ട്? 1 2 വേറെ നിറം കൊടുക്കാം. 1 2 3 4 5 6 7 8 9 അപ്പോൾ 9 നിറം കൊടുക്കാത്തതാണ്. 1ൻ്റേത് 2 ഇത് ഏതാണ് സംഖ്യ? 1092 സംഖ്യ എന്ന് പറയുന്നത്. 1092. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് താഴെയുള്ളത് നോക്കാം. ഇവിടെ അതിന് ഈസി ആയിട്ടൊന്ന് പറയുന്നുണ്ട്. 2343 ആകെയുള്ളത്. അതിൽ നിന്നും 1251 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉത്തരം കിട്ടുന്നതാണ്. ഇനി ഇവിടെ കുറക്കാം എന്നുള്ള അടുത്തതാണ്. സമചതുര കൂട്ടങ്ങൾ ഉപയോഗിച്ച് 3625 നിന്നും 1812 കുറക്കുക. വ്യത്യാസം കണക്കാക്കിയ രീതി നോട്ട് പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു 3625 മൈനസ് 1812 ചെയ്തു നോക്കാം. 5 നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത്? ബാക്കി 3. 2 നിന്നും 1 പോയാൽ ബാക്കി 1. 6 നിന്നും പോവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കട എടുത്തു. അപ്പോൾ ഇവിടെ 2 മാറി. 16 നിന്നും 8 പോയാൽ ബാക്കി 8. ഇനി ഇവിടെ 2 നിന്നും 1 പോയാൽ 1. എത്രയാണ്? 1813 ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെയും അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്?
ഇവിടെ നമ്മളെ മുകളിലത്തെ ഇതാണ് ഇവിടെ കുറച്ചിട്ട് എങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ 2343 2000 200 ഈ 300ത്തെ ഈ 100ഉം അതുപോലെ തന്നെ ഈ 4 10ഉം കൂടെ 14 എന്നാക്കി കൊടുത്തിരിക്കുകയാണ്. കാരണം എന്താണ്, ഇവിടെ 5ഉം 4ഉം ആകുമ്പോൾ കുറക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയാകുമ്പോൾ 3ൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3ൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 2 എന്ന് കിട്ടും. 14ൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 7 എന്ന് കിട്ടും അല്ലേ? എത്ര കിട്ടും? 7 അല്ല 9 എന്ന് കിട്ടും അല്ലേ? പിന്നെ ഇവിടെ 2 2 ആണ്. അപ്പോൾ 2 2 കുറച്ച് കഴിഞ്ഞാൽ 0 എന്ന് കിട്ടും. ഇവിടെ 2ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടും. 1092 എന്ന് ഉത്തരവും കിട്ടും. ഇനി നമുക്ക് താഴേക്ക് പോവാം. അടുത്തത് വൈദ്യുതി ബില്ലിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇത്തവണ റീഡിംഗ് കൂടുതലാണ്, അപ്പോൾ തുകയും കൂടുമല്ലോ. ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യണം. കിച്ചുവിൻ്റെ വീട്ടിലെ ഈ മാസത്തെ വൈദ്യുതി റീഡിംഗ് 4526 ആണ്. മുന്നത്തെ റീഡിംഗ് 3845 ആണ്. കിച്ചുവിൻ്റെ വീട്ടിലെ വൈദ്യുതി ഉപഭോഗം കണക്കാക്കിയ രീതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ്? ഈ 4526 നിന്നും 3845 കുറക്കണം അല്ലേ? അപ്പോൾ നമ്മൾ കുറക്കുമ്പോൾ ഈ 3845 നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം 3845 കൂടെ നമ്മൾ 5 കൂട്ടുക. അപ്പോൾ എത്രയായി? 3850 എന്നായിട്ട് മാറി. ഇനി 3850 കൂടെ നമ്മൾ 50ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 3900 എന്നായിട്ട് മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 3900 കൂടെ നമ്മൾ എന്തും കൂടെ കൂട്ടുക? 100ഉം കൂടെ കൂട്ടുക. അപ്പോൾ എത്രയായി? അപ്പോൾ 4000 എന്നായിട്ട് മാറി. ഇനി നമുക്കിവിടെ ബാക്കി എത്രയുണ്ട്? 4526 ഉണ്ട് അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ 4000 കൂടെ 500ഉം കൂടെ കൂട്ടുക. അപ്പോൾ 4500 എന്നായിട്ട് മാറി. ഇനി 4500 കൂടെ 26ഉം കൂടെ കൂട്ടുക. അപ്പോൾ 4526 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൂട്ടിയിട്ടുള്ള ഈ സംഖ്യകളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൂട്ടി നോക്കണം. അഥവാ എത്രയായി? ഇവിടെ കൊടുത്തിട്ടുണ്ട് 5 + 50 + 100 + 526. അപ്പോൾ 681 എന്നുള്ളത് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കണക്കാക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഇത് രണ്ടും കൂടെ കുറച്ച് നോക്കുകയും ചെയ്യാം. ഇവിടെ പറയുന്നുണ്ട് ഇതെങ്ങനെയൊക്കെയാണ് വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ നോർമൽ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഇതാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് കിട്ടാൻ പറ്റുന്നത്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി മീറ്റർ റീഡിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. കിച്ചുവിൻ്റെ കൂട്ടുകാരുടെ വീടുകളിലെ മീറ്റർ റീഡിങ് ചുവടെ തന്നിരിക്കുന്നു. പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഇവിടെ ചിപ്പിയുടെ വീട്ടിൽ 4215 ഫെബ്രുവരിയിലായിരുന്നു. അത് ഏപ്രിലിലേക്ക് 4826 ആയിട്ട് കൂടി. അപ്പോൾ എത്ര കൂടിയിട്ടുണ്ട്? 2 മാസത്തെ വൈദ്യുതി ഉപഭോഗം എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 4826 മൈനസ് 4215. ഇവിടെ നോക്കൂ, 6ൽ നിന്നും 5 പോയാൽ ബാക്കി 1. ഇവിടെ 2 ആണ്. 2ൽ നിന്നും 1 പോയാൽ ബാക്കി 1. 8ൽ നിന്നും 2 പോയാൽ ബാക്കി 6. എത്രയാണ് ഉത്തരം എന്ന് പറയുന്നത്? 611 ആണല്ലേ? അപ്പോൾ ഇവിടെ എഴുതുക 611. ഇനി അടുത്തത് നോക്കൂ, ഇവിടെ 5278 ആണ് ഏപ്രിലേത്. 400 യൂണിറ്റ് ആണ് 2 മാസത്തെ ഉപഭോഗത്തിൽ കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്കാക്കാൻ വേണ്ടി പറ്റും? സിമ്പിളാണ്. നമുക്ക് ഈ ഒരു 5278 നിന്നും 400 മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഇവിടെ എത്ര വരും? 8. ഇവിടെ 7 വരും. ഇവിടെ 2 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ വേണ്ടി? ഇവിടുന്ന് 1 കടം എടുക്കണം. അപ്പോൾ ഇവിടെ 12 ആയിട്ട് മാറി. 12ൽ നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 12ൽ നിന്ന് 4 കുറച്ച് ബാക്കി 8 കിട്ടും. ഇനി ഇവിടെ 4 ആണുള്ളത്. അല്ല 4 എടുത്തത് 4878 ആണ് ഫെബ്രുവരിയിലെ റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫാരിസിൻ്റെ വീട്ടിൽ ഫെബ്രുവരിയിൽ 6970 ഏപ്രിലിൽ 7340 അപ്പോൾ അത് നമുക്ക് കുറച്ച് നോക്കാം. 7340 മൈനസ് 6970. അപ്പോൾ ഇവിടെ 0 0 കുറച്ച് കഴിഞ്ഞാൽ 0 എന്ന് കിട്ടും. അതുപോലെ 4ൽ നിന്നും 7 കുറക്കാൻ വേണ്ടി പറ്റില്ല, ഇങ്ങോട്ടൊന്ന് കടമെടുക്കും. അപ്പോൾ 14 ആയി. 14ൽ നിന്നും 7 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും?
7 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ 7 എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ ഉള്ളത് 3 അല്ല 2 ആണുള്ളത് അല്ലേ. അപ്പോൾ 2ൽ നിന്ന് 9 കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇങ്ങോട്ട് എന്ത് കൊടുത്തു? 12 ആയി. ഇവിടെ 6 ആയിട്ട് മാറി. 12ൽ നിന്നും 9 കുറക്കുമ്പോൾ ബാക്കി എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇവിടെ 6 മാറുവാണ്. അപ്പോൾ 0 ആയിട്ട് വരും. അപ്പോൾ 370 ആണ് ഇവിടെ കൂടുതലുള്ളത്. ഇനി അടുത്തത് മിന്നിയുടേതാണ്. മിന്നിയുടെ വീട്ടിൽ ഫെബ്രുവരിയിൽ 5870 ആണ്. 2 മാസത്ത് 395 കൂടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂട്ടി നോക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 5870 പ്ലസ് 395 കൂട്ടി നോക്കണം. 5 7 9 കൂടെ എത്രയായി? 7 9 കൂടെ 16, ബാക്കി 6, ബാക്കി 1 ഉണ്ട്. ഈ 8ഉം 3ഉം കൂടെ കൂട്ടുക. ബാക്കി 1 5 6 6265 എന്ന് കിട്ടും. 6265. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി കിട്ടിയില്ലേ? ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചത് ആരുടെ വീട്ടിലാണ് കൂട്ടുകാരെ? ഒന്ന് 6011, 611, മറ്റൊന്ന് 400, 370, 395. അപ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ചിപ്പിയുടെ വീട്ടിലാണല്ലേ. അപ്പോൾ ഇവിടെ ചിപ്പി എന്ന് എഴുതി കൊടുക്കുക. ചിപ്പി. ഇനി നിങ്ങളുടെ വീട്ടിലെ ഈ മാസത്തെ വൈദ്യുതി റീഡിംഗ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോവാം. പേജ് നമ്പർ 88 ആണ്. സർക്കസ് ആണ്. അച്ഛാ, നമുക്കിന്ന് സർക്കസ് കാണാൻ പോയാലോ? വൈകുന്നേരം പോവാം. ടിക്കറ്റ് നിരക്ക് കുട്ടികൾക്ക് 90 രൂപ, മുതിർന്നവർക്ക് 180 രൂപ. ഓക്കെ, ഇനി കിച്ചുവും കുടുംബവും സർക്കസ് കൂടാരത്തിലെത്തി ടിക്കറ്റ് എടുത്തു. 4 പേരുടെ ടിക്കറ്റിന് എത്ര രൂപയാണെന്നാണ് നമ്മളിവിടെ കണക്കാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 കുട്ടികൾക്ക് 90ഉം അതുപോലെ തന്നെ വലിയ ആളുകൾക്ക് 180ഉമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 90 പ്ലസ് 90 പ്ലസ് 180 പ്ലസ് 180 എത്രയാണെന്ന് കൂട്ടുകാരൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. എത്രയാണ് വരുന്നത്? 540 ആണ് വരുന്നത്. ഇനി 500 രൂപയുടെ 2 നോട്ട് കൗണ്ടറിൽ കൊടുത്തു. ബാക്കി എത്ര രൂപ കിട്ടും? 500 രൂപയുടെ 2 നോട്ട് എന്ന് പറയുമ്പോൾ 1000 രൂപയാണ് അല്ലേ. അപ്പോൾ 1000 കൊടുത്തു. 540 ആണ് ചിലവായിട്ടുള്ളത്. ബാക്കി എത്രയുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ 0 വരും. ഇവിടെ എന്താണ്? 0ത്തിൽ നിന്നും 4 കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് 1 ഇങ്ങോട്ട് കടമെടുക്കുക. അപ്പോൾ ഇവിടെ 0 ആവും. ഇവിടെ എന്തായി? 10 ആയി. 10ൽ നിന്നും വീണ്ടും ഇങ്ങോട്ട് കടമെടുക്കുമ്പോൾ ഇവിടെ 9 ആയി. അപ്പോൾ 10ൽ നിന്നും 4 പോയി കഴിഞ്ഞാൽ ബാക്കി 6. 9ൽ നിന്നും 5 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? ബാക്കി 4. അപ്പോൾ ഉത്തരം എത്രയാണ്? 460 രൂപ ബാക്കി ഉണ്ടായിരിക്കും. 460 രൂപ ബാക്കി കൊടുക്കും. ഇനി ഇതിനെ എങ്ങനെയൊക്കെ കാണാമെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് 1000 പ്ലസ് 540. ഈ 540ൻ്റെ കൂടെ നമ്മൾ 60 കൂട്ടിക്കഴിഞ്ഞാൽ 600 എന്ന് കിട്ടും അല്ലേ. ഇനി 600ൻ്റെ കൂടെ 400 കൂട്ടിക്കഴിഞ്ഞാൽ 1000 ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 60ഉം 40ഉം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ എത്രയാണ്? 460. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 1000 മൈനസ് 540 ചെയ്യുമ്പോൾ 1000ത്തിൽ നിന്നും 1 കുറക്കുക. 540ൽ നിന്നും 1 കുറക്കുക. അപ്പോൾ ഇവിടെ എത്രയായി? 999 ആയി. ഇവിടെ 539 ആയി. ഇത് രണ്ടും കൂടെ കുറക്കുമ്പോഴും നമുക്ക് 460 എന്ന് കിട്ടും. ഇനി അടുത്തൊരു വേ എന്ന് പറയുന്നത് 1000 മൈനസ് 540നെ 1000 മൈനസ് 500 ചെയ്യുക. അപ്പോൾ 500 എന്ന് ഉത്തരം കിട്ടും. ഇനി 500ൽ നിന്നും 40 കുറക്കുക. അപ്പോൾ 460 എന്ന് ഉത്തരം കിട്ടും. മനസ്സിലായില്ലേ? ഇനി നമ്മളിവിടെ പറഞ്ഞ രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 1540 ആണ്. നമുക്കറിയാം ഇവിടെ 4 ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ 1 ഇങ്ങോട്ട് കടമെടുക്കണം. ആ കടമെടുത്തപ്പോൾ 10ൻ്റെ സ്ഥാനത്ത് 10 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ 0 എന്ന് വരും. 10ൽ നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ 6 എന്ന് വരും. 9ൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. 460 എന്ന് കിട്ടും. 1000ൻ്റെ സ്ഥാനത്ത് 0 ആയിരിക്കും. ഇനി ഇങ്ങനെയും എഴുതാമെന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളത്. ഇനി ഇവിടെ 1000 മൈനസ് 100 എന്ന് പറയുന്നത് എത്രയാണ്? 900 ആണ്. ഇനി 1000 മൈനസ് 500 എന്ന് പറയുന്നത് എത്രയാണ്? 500 ആണ്. ഇനി 1000 മൈനസ് 250 എന്ന് പറയുന്നത് എത്ര കിട്ടും? 750 ആണ്. ഓക്കെ, ഇനി 1000 മൈനസ് 820 എന്ന് പറയുന്നത് 180 ആണ്. 1000 മൈനസ് 990 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ ഈ പേജ് നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് പേജ് നമ്പർ 90 ആണ്. 90ാമത്തെ പേജിലേക്കാണ് കടക്കുന്നത്. ഇവിടെ സർക്കസ് കാണാൻ പോയപ്പോൾ ബാക്കി കിട്ടിയ രൂപ നോട്ടുകളായും നാണയങ്ങളായിട്ടും എഴുതാനാണ്. അപ്പോൾ നമുക്ക് ബാക്കി കിട്ടിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. എത്ര രൂപയാണ് കിട്ടിയിട്ടുള്ളത്? 460 രൂപയാണ് ബാക്കി കിട്ടിയിട്ടുണ്ടാവുക.
ഇതിന് നമുക്ക് എത്ര നോട്ടുകൾ എത്ര നാണയങ്ങളായിട്ട് എഴുതാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്ര നോട്ടുകളായിട്ട് എഴുതാം? ഇവിടെ 4 നോട്ടുകളായിട്ടും അതുപോലെ 3 നാണയങ്ങളായിട്ടും എഴുതാം. എങ്ങനെയൊക്കെ? 100 രൂപ നോട്ടുകളും 10 രൂപ നോട്ടുകളും മാത്രമായിരുന്നെങ്കിൽ എത്ര നോട്ടുകൾ കിട്ടുമായിരുന്നു? 100 രൂപ നോട്ടാണെങ്കിൽ 100 രൂപ നോട്ട് എത്ര എണ്ണം കിട്ടും? 4 എണ്ണം കിട്ടും. അപ്പോൾ 400 രൂപയായില്ലേ? ഇനി ബാക്കിയുള്ളത് 60 ആണല്ലേ? അപ്പോൾ അത് 10 രൂപ നോട്ടാണെങ്കിൽ എത്ര രൂപ ഉണ്ടായിരിക്കും? 60 ആവണമെങ്കിൽ 6 നോട്ടുകൾ ഉണ്ടായിരിക്കും. ഇനി ഈ തുക 10 നോട്ടുകളാക്കി കൊടുക്കാൻ ഏതൊക്കെ നോട്ടുകൾ എത്ര വീതം വേണം? 10 നോട്ടുകളായിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് 200ൻ്റെ നോട്ട് എടുക്കാം. 200 നോട്ട് ഒരെണ്ണം കൊടുക്കാം. ഇനി 100ൻ്റേത് എടുക്കാം. 100ൻ്റെ നോട്ട് ഒരെണ്ണം കൊടുക്കാം. ഇപ്പോൾ 2 എണ്ണം ആയില്ലേ? ഇനി നമുക്ക് 8 എണ്ണം ബാക്കിയുണ്ട് അല്ലേ? പിന്നെ നമുക്ക് 50ൻ്റെ നോട്ട് എടുക്കാം. 50ൻ്റെ നോട്ട് ഒരു 2 എണ്ണം കൊടുക്കാം. ഇപ്പോൾ എത്രയായി? 4 എണ്ണമായി. ഇനി നമുക്ക് 10ൻ്റെ നോട്ടുകൾ കൊടുക്കാം. 10ൻ്റെ നോട്ട് എത്ര എണ്ണം കൊടുക്കാം? 6 എണ്ണം കൊടുക്കാം. അപ്പോൾ 10 നോട്ടുകൾ നമ്മൾ കൊടുത്തില്ലേ? അപ്പോൾ 10ൻ്റെ 6 നോട്ടാകുമ്പോൾ 60 രൂപയായി. 50ൻ്റെ 2 നോട്ട് 100 ആയി. അപ്പോൾ 60ഉം 100ഉം 160 ആയി. 100ൻ്റെ ഒരു നോട്ട് എത്രയായി? 260 ആയി. 200ൻ്റെ ഒരു നോട്ട് 460 ആയി. അപ്പോൾ അങ്ങനെ നമുക്ക് 460 കറക്റ്റ് ചെയ്തിട്ട് ഇതേ രീതിയിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് പേജ് നോക്കാം. ഇവിടെ കളി നോട്ടുകൾ കളിച്ചാലോ എന്നാണ് പറയുന്നത്. ഞാൻ റെഡി. കിച്ചുവും മിന്നുവും കളിനോട്ട് ഉപയോഗിച്ച് ബാങ്ക് കളിക്കുകയാണ്. പാസ്ബുക്കിൽ എഴുതിയ സംഖ്യകൾ നോക്കൂ. ഏതൊക്കെയാണ് എഴുതിയിട്ടുള്ളത് നോക്കൂ. കിച്ചുവിന് പിൻവലിച്ചത് നിലവിലുള്ളത് 14/10/2025 5484 രൂപ നിലവിലുണ്ടായിരുന്നു. അതിൽ നിന്നും 3295 രൂപ പിൻവലിച്ചു. ഇനി കിച്ചുവിൻ്റെ സമ്പാദ്യത്തിൽ നിന്നും 3295 രൂപ പിൻവലിച്ചു. ബാക്കി എത്ര രൂപയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. എത്രയാണ്? 5484 നിന്നും 3295 കുറക്കണം. ഇവിടെ 4 നിന്നും കുറക്കാൻ വേണ്ടി പറ്റില്ല. ഒന്നിങ്ങോട്ട് കടമെടുക്കുക. അപ്പോൾ അവിടെ 14 ആയി. ഇവിടെ 7 ആയിട്ട് മാറി. ഇവിടെ 14 നിന്നും 5 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത്? 9. ഇനി അടുത്തത് 7 നിന്നും പറ്റില്ല, കാരണം ഇവിടെ 9 ആണ്. അപ്പോൾ 1 ഇങ്ങോട്ട് കടമെടുക്കും. അപ്പോൾ ഇവിടെ 17 ആയി. ഇവിടെ 3 ആയിട്ട് മാറി. 17 നിന്നും 9 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 17 നിന്നും 9 ആണ് പോകുന്നത് അല്ലേ? 17 നിന്നും 9 പോയി കഴിഞ്ഞാൽ ബാക്കി 8 ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ 8 എന്ന് എഴുതി കൊടുക്കുക. ഇനി ഇവിടെ ഉള്ളത് 3 ആണ്. 3ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1 ആണ്. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ 5 ആണുള്ളത്. ഇവിടെ 3 ആണ്. 5ൽ നിന്നും 3 കഴിഞ്ഞാൽ ബാക്കി 2. ഉത്തരം 2189 രൂപയാണ് ബാക്കി ഉണ്ടാവുക. ഇനി ഇതിനെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്ന് നോക്കൂ. 5484 മൈനസ് 3295. ഈ 5000 മൈനസ് 3000 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 2000 എന്ന് കിട്ടും. ഇനി ഇവിടെ 484 നിന്നും ഈ 300 കുറക്കുക. അപ്പോൾ 184 എന്ന് കിട്ടും. ഇനി എത്രയുണ്ട്? 484 നിന്നും 295 പിന്നെയും കുറക്കുക. അപ്പോൾ എത്രയായി? 154 പ്ലസ് 5 എന്ന് കിട്ടി. 189. ഇനി 2000ൻ്റെ കൂടെ 189 കൂട്ടുക. 2189 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പം 484 നിന്നും 300 കുറച്ച് 5 കൂട്ടിയാലും മതിയല്ലോ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 489 നിന്നും 300 കുറച്ചാലും ഉത്തരം ശരിയാണ് എന്ന് പറയുന്നുണ്ട്. രണ്ടും ശരിയാണ്. ഇനി പേജ് നമ്പർ 91 ആണ്. 5484 മൈനസ് 3295. ഞാൻ കണക്കാക്കിയ രീതി എങ്ങനെയാണ്, മറ്റൊരു രീതി എങ്ങനെയാണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു രീതി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഴുതി കൊടുക്കാം. എന്തെഴുതാം? 5484 മൈനസ് 3295. ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ പറ്റില്ല, അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് എടുത്തു. ഇവിടെ 7 ആയിട്ട് മാറി. അപ്പോൾ 14 നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 9. 7 കുറക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ 3 ആയി. ഇവിടെ 17 ആയി. 17 നിന്നും 9 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 8. 3 നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 1. 5 നിന്നും 3 കുറച്ച് കഴിഞ്ഞാൽ 2. 2289. ഇനി മറ്റൊരു വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി മിന്നിയുടെ പാസ്ബുക്ക് നോക്കി അക്കൗണ്ടിൽ ബാക്കിയുള്ള തുക കണക്കാക്കൂ. ഇവിടെ നിലവിലുള്ളത് 4971 ആണ്. പിൻവലിച്ചത് 2784 ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? ഇവിടെ നമുക്ക് എഴുതാം
ഓക്കെ, 4971 മൈനസ് 2784. ഇവിടെ 1ഉം 4ഉം ആണ്, അപ്പോൾ ഇവിടെ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് 1 കടമെടുത്തു, ഇവിടെ 6ആയി, ഇവിടെ 11ആയി. 11ൽ നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 7. ഇനി ഇവിടെ 6ആണുള്ളത്, 6ൽ നിന്നും 8 കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് കടമെടുക്കും, ഇവിടെ 16ആയി, ഇവിടെ 8ആയി. 16ൽ നിന്നും 8 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 8 എന്ന് കിട്ടും. ഇനി ഇവിടെ 8ആണ്, 8ൽ നിന്നും 7 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 1. 4ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 2. 2187 എന്ന് ഉത്തരം കിട്ടും. ഇനി ഇതിനെ നമുക്ക് വേറൊരു വഴിയിൽ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 4000ൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? 2000 കുറക്കാം. ബാക്കി എത്ര ഉണ്ട്? 2000. ഇനി അവിടെ എന്താ ഉള്ളത്? 971 ആണല്ലേ. അപ്പോൾ 971 മൈനസ് 784 ചെയ്ത് നോക്കുക. 187 എന്ന് ഉത്തരം കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 2000 പ്ലസ് 187 ചെയ്യുക. 2187 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി സംഖ്യ ഏതാണ്? ഒരു 4 അക്ക സംഖ്യയോട് 6349 കൂട്ടിയപ്പോൾ 8778 കിട്ടി. സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി? നമ്മളിവിടെ ഇതിലെ വലിയ സംഖ്യയായിട്ടുള്ള 8778 നിന്നും 6349 നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 8ൽ നിന്നും 9 മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അപ്പോൾ ഇങ്ങോട്ട് വരിക. 18ആയി, ഇവിടെ 6ആയിട്ട് മാറി. 18ൽ നിന്നും 9 മൈനസ് ചെയ്യുമ്പോൾ 9. ഇവിടെ 6ൽ നിന്നും 4 മൈനസ് ചെയ്യുമ്പോൾ എത്ര ആയിട്ട് കിട്ടും? 2 എന്ന് കിട്ടും. ഇനി ഇവിടെ 7ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. 8ൽ നിന്നും 6 മൈനസ് ചെയ്യുമ്പോൾ 2. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 2429 ആണ്. 2429. ക്ലിയർ ആയില്ലേ? ദെൻ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. കച്ചവടക്കളിയാണ്. ഓക്കെ. പിറ്റേ ദിവസം കൂട്ടുകാർ ആൽമര ചുവട്ടിലെത്തി കടയൊരുക്കി. പിൻവലിച്ച തുകയുമായി മിന്നിയും കിച്ചുവും കടയിലെത്തി. ഇവിടെ നോക്കൂ, കടയിൽ നിന്നും വാങ്ങിച്ച സാധനങ്ങളാണ് പറയുന്നത്. കിച്ചു വാങ്ങിച്ചിട്ടുള്ളത് ഷൂസ്, ഫുട്ബോള്, ബാഗ്. സാധനം വാങ്ങിയ ശേഷം കിച്ചുവിൻ്റെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കിച്ചുവിന് ലഭിച്ചിട്ടുള്ള പൈസ എത്രയാണ്? എത്രയാണ് ലഭിച്ചിട്ടുള്ളത്? 3295 ആണ്. കിച്ചു വാങ്ങിച്ചിട്ടുള്ളത് ഷൂസാണ്. ഷൂസിൻ്റെ വില എന്ന് പറയുന്നത് 800 രൂപയാണ്. 800. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഫുട്ബോളാണ്. ഫുട്ബോളിൻ്റെ വില 950. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ബാഗാണ്. ബാഗിൻ്റെ വില 950. ഇതൊക്കെ കൂടി കൂട്ടി നോക്കുക. 800, 950, 950. 5 5 10, ബാക്കി 1, 8 1 9, 9 9 18, 18 9 27 അല്ലേ. അപ്പോൾ 2700 രൂപക്കാണ് കിച്ചു സാധനം വാങ്ങിച്ചിട്ടുള്ളത്. 2700 രൂപക്ക്. അപ്പോൾ കിച്ചുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എന്ന് പറയുന്നത് 3095 ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3295 നിന്നും ഈ 2700 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്കത് മൈനസ് ചെയ്ത് നോക്കാം. 3295 മൈനസ് 2700. ഇവിടെ എത്ര വരും? 5 9. 2ൽ നിന്നും 7 പോവില്ല, അപ്പോൾ 1 ഇങ്ങോട്ട് കടമെടുക്കും. അപ്പോൾ ഇവിടെ 12 ആയിട്ട് മാറി. ഇവിടെ 2 ആയി. 12ൽ നിന്നും 7 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് എത്രയാണ്? ബാക്കി കിട്ടുന്നത് 5. ഇനി ഇവിടെ 2 ആണ്. 2ൽ നിന്നും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0. അപ്പോൾ 595 രൂപയാണ് ആരുടെ കയ്യിലുള്ളത്? കിച്ചുവിൻ്റെ കയ്യിലുള്ളത്. ഇനി മിന്നിയുടെ കയ്യിലുള്ളത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മിന്നി പിൻവലിച്ചത് എത്രയായിരുന്നു? പിൻവലിച്ചത് 2784 രൂപയായിരുന്നു. വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഒന്ന് ബാറ്റാണ്. ബാറ്റിൻ്റെ വില എന്ന് പറയുന്നത് 1400 ആണ്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് കുടയാണ്. കുടയുടെ വില 420 ആണ്. ഇത് രണ്ടും കൂടെ നമുക്ക് കൂട്ടി നോക്കണം. 1400 പ്ലസ് 420, 0 2 4 4 8, ബാക്കി 1, 1820. 1820. ഇനി എന്ത് ചെയ്യണം? ഈ 2784 നിന്നും നമ്മുടെ 1820 കുറക്കണം. നമുക്ക് കുറച്ച് നോക്കാം. 2784 മൈനസ് 1820.
ഇവിടെ 4 എന്ന് കിട്ടും. ഇവിടെ 8ൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 6. 7ൽ നിന്നും 8 കുറക്കാൻ വേണ്ടി പറ്റില്ല, ഒന്നിങ്ങോട്ട് കടമെടുക്കും. അപ്പോൾ ഇവിടെ 1 മാറി. 17ൽ നിന്നും 8 കുറച്ച് കഴിഞ്ഞാൽ 9, ഇവിടെ 0. ഉത്തരം എന്ന് പറയുന്നത് 964 രൂപയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ചെയ്താൽ മാത്രം മതി. ഇതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. എന്നിട്ട് അതൊന്ന് അപ്ലൈ ചെയ്യാൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ജീനക്ക് സൈക്കിൾ വാങ്ങണം. ജീനയുടെ കയ്യിൽ 4875 രൂപയുണ്ട്. ഇനി എത്ര രൂപ കൂടി വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം സൈക്കിളിൻ്റെ വില എത്രയാണെന്ന് നോക്കൂ. സൈക്കിളിൻ്റെ വില എന്ന് പറയുന്നത് 8999 ആണല്ലേ. അപ്പോൾ നമുക്ക് സൈക്കിളിൻ്റെ വില എത്രയാണെന്ന് ഇവിടെ എഴുതി കൊടുക്കാം. സൈക്കിളിൻ്റെ വില 8999. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 4775 ഈ 8999 മൈനസ് 4275 ഇത് കുറച്ച് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ. 9ൽ നിന്നും 5 പോയാൽ ബാക്കി 4, 9ൽ നിന്നും 7 പോയാൽ ബാക്കി 2, 9ൽ നിന്ന് 2 പോയാൽ ബാക്കി 7, 8ൽ നിന്നും 4 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 4. ഉത്തരം എന്ന് പറയുന്നത് 4724 രൂപ കൂടെ ഇനി ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ എത്ര രൂപ കൂടി വേണം എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് 4724 എന്ന് ഉത്തരം എഴുതി കൊടുക്കാം. ഇതോടുകൂടി പാഠഭാഗം നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് ആണ് നോക്കാനുള്ളത്. നമുക്കതിൽ നോക്കാം. അടുത്ത 3 സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സംഖ്യകൾ എഴുതണമെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ വലിയ സംഖ്യയായ 6772ഉം തൊട്ടടുത്ത സംഖ്യയായ 6572 കൂടെ കുറച്ച് നോക്കാം. ഇവിടെ 2ൽ നിന്ന് 2 കുറച്ചാൽ 0, 7ൽ നിന്ന് 7 കുറച്ചാൽ 0, 7ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2, 6ൽ നിന്ന് 6 കുറച്ചാൽ 0, അഥവാ 200 ആണ്. ഇവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇതും കുറഞ്ഞു വരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ 6372ൽ നിന്നും 200 നമ്മൾ കുറക്കണം. ഓക്കെ, എന്നാലാണ് നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. ഇവിടെ എത്ര വരും? 2 എന്ന് വരും. ഇവിടെ 7 എന്ന് കിട്ടും. ഇവിടെ 3ൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ 1 എന്ന് കിട്ടും. ഇവിടെ 6. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 6172. ഇനി ഇതിൽ നിന്നും വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 200 കുറക്കണം. അപ്പോൾ ഇവിടെ 2 എന്ന് കിട്ടും. ഇവിടെ 7 എന്ന് കിട്ടും. ഇവിടെ 1ൽ നിന്നും 2 കുറക്കാൻ വേണ്ടി പറ്റില്ല, ഇങ്ങോട്ട് കടമെടുക്കും. അപ്പോൾ ഇവിടെ എത്രയായി മാറി? ഇവിടെ 11 മാറി. 11ൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 9 എന്ന് കിട്ടും. ഇവിടെ 5 മാറി. അപ്പോൾ ഇവിടെ 5, 5972 എന്ന് ഉത്തരം കിട്ടും. ഇനി ഇതിൽ നിന്നും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? 200 കുറക്കുക. ഇവിടെ 2, ഇവിടെ 7, 9ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 7, 5, 5772 എന്ന് കിട്ടും. ഒന്നാമത്തെ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വേണം നോക്കൂ. 2365, 2254, 2143 അവിടെയും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2365ൻ്റെ കൂടെ ഈ സംഖ്യ കുറക്കുക. 2254 കുറച്ച് നോക്കുക. എത്ര കിട്ടും? ഇവിടെ 1 കുറയും, ഇവിടെ 1 കുറയും, ഇവിടെ 1 കുറയും, ഇവിടെ 0. അപ്പോൾ 111 കുറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിലെ 2143ൻ്റെ കൂടെ ഈ 111 കുറച്ച് നോക്കുക. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? ഇവിടെ 2 എന്ന് കിട്ടും. ഇവിടെ 3, ഇവിടെ 0, 2. അപ്പോൾ 2032 എന്നത് അടുത്ത സംഖ്യയായിട്ട് കിട്ടും. ഇതിൻ്റെ കൂടെ വീണ്ടും നമ്മൾ 111 കുറക്കുക. ഇവിടെ 2ൽ നിന്നും 1 കുറച്ചാൽ 1, 3ൽ നിന്നും 1 കുറച്ചാൽ ബാക്കി 2, 0ൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? കുറക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടമെടുക്കും. അപ്പോൾ ഇവിടെ 10 ഇവിടെ 1 മാറി. 10ൽ നിന്നും 9 കുറച്ചാൽ 9, പിന്നെ 1 ഇവിടെ ഇറക്കിയത് 1921 എന്ന് കിട്ടും. ഇനി വീണ്ടും ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 111 കുറക്കണം. അപ്പോൾ ഇവിടെ എന്തായി? 1ൽ നിന്ന് 1 കുറക്കുമ്പോൾ 0 മാറി. 2ൽ നിന്നും 1 കുറക്കുമ്പോൾ 1 എന്ന് കിട്ടും. 9ൽ നിന്നും 1 കുറക്കുമ്പോൾ 8, ഇവിടെ 1 ഇറക്കിയത് 1810. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. 5368, 5438, 5508 ഇവിടെ കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് എത്രയാണ് കൂടുന്നത് എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ ഇതേ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യുക. ഇതിലെ വലിയ സംഖ്യയായിട്ടുള്ള 5338
68 നിന്നും 5438 കുറച്ച് നോക്കുക. ഇവിടെ കുറയുന്നത് എത്രയാണെന്ന് കാണണം. ഇവിടെ എത്ര 0 കുറയും. ഇവിടെ എത്രയാണുള്ളത്? ഇവിടെ 6 ആണുള്ളത് അല്ലേ. 6 നിന്നും 3 കുറക്കുക, എത്ര കിട്ടും? നമ്മളിവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ചെറിയ സംഖ്യയിൽ നിന്നും വലുതാണ് കുറക്കാൻ നോക്കിയത്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് വലുതിൽ നിന്നും ചെറുതാണ് കുറയ്ക്കേണ്ടത്. 5438 നിന്നും 5368 കുറയ്ക്കേണ്ടത്. ഇവിടെ 0 വരും. ഇവിടെ 3 നിന്നും 6 കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 1 ഇങ്ങോട്ട് കടമെടുക്കും. ഇവിടെ 3 ആയിട്ട് മാറും. 13 നിന്ന് 6 കുറച്ചാൽ ബാക്കി 70. ഇവിടെയും 0. അപ്പോൾ 70 ആണ് ഇവിടെ കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 5508 കൂടെ 5508 കൂടെ 70 കൂട്ടിയാൽ മതി. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 70 കൂട്ടുകയാണെങ്കിൽ ഇവിടെ 8, ഇവിടെ 7, 5578 എന്ന് കിട്ടും അല്ലേ. 5578. അപ്പോൾ അടുത്ത സംഖ്യ 5878. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ 70 കൂട്ടുക. അപ്പോൾ നമുക്കിവിടെ 8, 7, 14, ബാക്കി 1, ഈ 5ൻ്റെ കൂടെ 6 വരും. ഇനി ഇവിടെ 5, 5648 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ 70 കൂട്ടണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 5718 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ -111 ആണ്, ഇവിടെ +70 ആണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വേണം കൂട്ടുകാർ ഇത് ചെയ്യാൻ. അല്ല എന്നുണ്ടെങ്കിൽ ഉത്തരം കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. കിച്ചുവിൻ്റെ വീട്ടിൽ ഒരു മാസത്തെ പലചരക്ക് വാങ്ങിയപ്പോൾ 5378 രൂപയായി. കയ്യിലുള്ളത് 3685 രൂപ കൊടുത്തു. ബാക്കി തുക UPI വഴിയാണ് കൊടുത്തത്. ഈ തുക എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. UPI എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ ഒക്കെയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 5372 മൈനസ് 3685. ഇവിടെ 2ൽ നിന്നും 5 മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ 1 കടമെടുക്കും. അപ്പോൾ ഇവിടെ എന്തായി? 12 ആയിട്ട് മാറി. ഇവിടെ 6 ആണ്. അപ്പോൾ 12 എന്ന് പറയുന്നത് ഇവിടെ 6 ആയിട്ട് മാറി. 12ൽ നിന്നും 5 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത്? 7. ഇവിടെ 6 ആണല്ലേ. 6ൽ നിന്നും 8 കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ വീണ്ടും കടമെടുക്കും. അപ്പോൾ ഇവിടെ 2 ആയിട്ട് മാറി. 16ൽ നിന്നും 8 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എത്രയാണ്? ബാക്കിയുള്ളത് 8. ഇവിടെ 2 ആണുള്ളത്. 2ൽ നിന്നും 6 കുറക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കടമെടുക്കും. അപ്പോൾ ഇവിടെ 4 ആയി. ഇവിടെ 12 ആയി. 12ൽ നിന്നും 6 പോയി കഴിഞ്ഞാൽ ബാക്കി 6. 4ൽ നിന്നും 3 കഴിഞ്ഞാൽ ബാക്കി 1. അപ്പോൾ ബാക്കി എത്രയാവും UPI കൊടുത്തിട്ടുണ്ടാവുക? 1687 രൂപയാണ്. ഇനി അടുത്തത് 13ാമത്തെ ചോദ്യം. 8000ഉം 2710ഉം 5 1ഉം ചേർന്ന സംഖ്യയിൽ നിന്നും 43 100ഉം 57 10ഉം ചേർന്ന സംഖ്യ കുറക്കുക. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? മൂന്നാമത്തതിൻ്റെ ഉത്തരമാണ് ഇവിടെ എഴുതുന്നത്. 8000 അല്ലേ. 8000 എന്ന് പറയുന്നത് 8000. ഇനി 2710 എന്ന് പറയുന്നത് 270 രൂപയാണ്. ഇനി അടുത്തത് 5 1ഉം ആണ്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 8275 എന്ന് ഉത്തരം കിട്ടും. 8275. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ളത് 43 100 ആണ് അല്ലേ. 43 100 എന്ന് പറയുമ്പോൾ 43 കഴിഞ്ഞ് 2 0 ഇട്ട് കൊടുക്കുക. പിന്നെ പറഞ്ഞിട്ടുള്ളത് 57 10 ആണ്. അപ്പോൾ 57ഉം ബാക്കി 1 0, 570. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ ഉത്തരം കിട്ടുന്നത് 4870 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കുറക്കാം? 5275 നിന്നും 4870 കുറച്ച് നോക്കുക. ഇവിടെ വരുന്നത് എത്രയാണ്? 5. ഇനി 7ഉം 7ഉം കുറക്കുമ്പോൾ 0. 2ൽ നിന്നും 8 കുറക്കാൻ വേണ്ടി പറ്റില്ല. 1 ഇങ്ങോട്ട് കടമെടുക്കും. അപ്പോൾ 12 ആയി. ഇവിടെ 7 ആയിട്ട് മാറി. 12ൽ നിന്നും 8 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4. ഇവിടെ 7 ആണ്. 7ൽ നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ 3. ഉത്തരം എന്ന് പറയുന്നത് 3405 ആണ്. ഇനി ഇവിടെ നിങ്ങളുടെ കയ്യിൽ 18 മുത്തുകളുണ്ട്. അവ ഉപയോഗിച്ചിട്ട് അബാക്കസിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവ തമ്മിലുള്ള വ്യത്യാസവും എഴുതണം. അപ്പോൾ ഇതാണ് അബാക്കസ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇവിടെ 1, ഇത് 10,
ഇത് 100, ഇത് 1000. അപ്പോൾ അല്ല 4 സംഖ്യ ആവുള്ളൂ. ഇനി ഇവിടെ 18 മുത്തുണ്ട്. ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ആക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു 1000ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊണ്ടുവിടുക? 9 ആദ്യം കൊണ്ടുവിടുക. ഇനി ബാക്കി എത്ര ഉണ്ട്? ബാക്കി 9 എണ്ണം കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ അത് നമുക്ക് 100ൻ്റെ സ്ഥാനത്ത് വെക്കുക. അപ്പോൾ ഇവിടെയും 9 ആയി, ഇവിടെ 0, ഇവിടെ 0 ആയി. അപ്പോൾ ഇതിലെ വലിയ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? വലിയ സംഖ്യ 99,900 എന്ന് വരും. ഇനി ചെറിയ സംഖ്യക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഒരെണ്ണം ഇവിടെ കൊടുന്നേക്കുക, 1ൻ്റെ സ്ഥാനത്ത് 9 വെക്കുക. ബാക്കി എത്ര ഉണ്ട്? 10 എണ്ണമായി. ഇനി 8 എണ്ണമാണ് ബാക്കിയുള്ളത് അല്ലേ? അത് നമുക്ക് 10ൻ്റെ സ്ഥാനത്ത് 8 എണ്ണം വെക്കുക, ഇവിടെ 0 വെക്കുക. അപ്പോൾ ചെറിയ സംഖ്യ ഏതായിട്ട് വരും? ചെറിയ സംഖ്യ 1089 ആയിട്ട് വരും. ഇനി എന്ത് ചെയ്യണം? ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് എഴുതേണ്ടത്. അഥവാ 99,900 മൈനസ് 1080 എന്നുള്ളതാണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. 9,900 മൈനസ് 1089 എത്ര വരും? ഇവിടെ 0ൽ നിന്നും 9 കുറക്കാൻ വേണ്ടി പറ്റില്ല, ഇവിടുന്ന് കടമെടുക്കാൻ പറ്റില്ല, ഇവിടുന്ന് കടമെടുക്കും. അപ്പോൾ ഇവിടെ 8 ആവും. ഇവിടേക്ക് എത്തുമ്പോൾ 10 ആവും. 10ൽ നിന്നും ഒരെണ്ണം ഇങ്ങോട്ട് കടമെടുക്കുമ്പോൾ ഇവിടെ 9 ആവും, ഇവിടെ 10 ആവും. 10ൽ നിന്നും 9 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 1, 9ൽ നിന്നും 8 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 1, 8ൽ നിന്നും 0 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 8ൽ നിന്നും 0 കുറച്ചാൽ 8 തന്നെ കിട്ടും. ഇവിടെ 9 ആണ് അല്ലേ? ഇവിടെ 9 ആണ്. 9ൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 8. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 8,811 എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇതോടുകൂടിയിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഫുൾ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ഓഫ് ആണെങ്കിൽ 7th സ്റ്റാൻഡേർഡ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. മാത്രമല്ല നമ്മുടെ ഈ ഒരു പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് തന്നെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ് നോക്കാനുള്ളത്. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ watching.